തുടങ്ങാം. ഉറപ്പായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഐശ്വര്യമായിട്ട് സ്വരം റൗണ്ടിൽ നിന്ന് ഓക്കെ വണ്ടർഫുൾ. വിളിക്കട്ടെ ഞാൻ. വിളിച്ചോളൂ. ലെറ്റ്സ് വെൽക്കം അജൽ. അജൽ. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഏകഭാവമേതോ താളം മോഹരാഗാനാലാപം. ഈ ധ്വനിമണിയിൽ, ഈ സ്വരജതിയിൽ, ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടാ. നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നറിഞ്ഞിടാ. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടാൻ. നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നറിഞ്ഞിടാൻ. എന്നും ഉള്ളിലെ ദാഹമെങ്കിലും ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. మపని సరి సాని రిజని ప పసాని రిజని ప పపని సరి రి రి సని ని సరి పామరి 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 రి రిజని ప పసా సా సాని ధ ధ ధ ధ స ధ ప మా 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 మ పమరి సా. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ഏകഭാവമേതോ താളം മോഹരാഗാനാലാപം. ഈ ധ്വനിമണിയിൽ, ഈ സ്വരജതിയിൽ, ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. അരെ വാ വാ. നൈസ് നൈസ് ഗുഡ്. അജൽ. ഹലോ. ഹലോ. ഹായ്ഡാ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എന്ത് ആണോ?
ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ആരോടാ ചോദിക്കണ്ടേ? ശരത് സാർ. ശരത് സാർ. അജൽ ശരത് സാറിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മഹാഭാഗ്യം. അജലേ, സാർ. നല്ല ഉഗ്രം പാട്ടടാ. അയ്യോ, ആസാദ് ഒരു എന്താ പറയണ്ടേ, ഇതൊക്കെ ഈ ഒറ്റ കമ്പിനാഥം ഒന്ന് കേട്ട് പേടിച്ചിട്ടുണ്ട്. ഇത് ആസാന്റെ ശബ്ദം കേട്ട്. അതെ അതെ അത് ഒറ്റ കമ്പിയൊന്നും അല്ല, 1.5 ലക്ഷം കമ്പി അതെ. ഓ, അത് എന്ത് വെയിറ്റാ കേൾക്കാൻ. അത് ഇങ്ങനെ ഇപ്പൊ നീ പാടുമ്പോഴും എനിക്ക് ആ ഒരു പേടിപ്പിക്കുന്ന ആ ശബ്ദമാണ് മനസ്സിലുള്ളത്. അതൊരു ഉഗ്രം കോമ്പസിഷൻ, ആ ഒരു നല്ല രസമുള്ള വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ നമ്മുടെ മാഷിന്റെ. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ചക്കരെ, നീ ഈ ധ്വനിമണിയിൽ അതൊന്ന് പാടാമോ? അതിന് മുമ്പിലെ ലൈൻ പാടിയിട്ട്. മോഗരാഗാനാലാപം ഈ ധ്വനിമണിയിൽ ഈ ധ്വനിമണിയിൽ ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റ, അത് മതി. വരിശകളിൽ ഒറ്റ കമ്പനി പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം അങ്ങ് പോകും കേട്ടോ. ഇതൊക്കെ മനസ്സിലായിക്കോണം. നമുക്ക് എത്ര സസ്റ്റെയിൻ ചെയ്താലാണ് അതിനൊരു സുഖം വരുന്നത്. ഒരു വൈബ്ര ഫോൺ തട്ടിയത് പോലെ ഇരിക്കണം. അനൂപേ, ഐ ലവ് യുടാ. അതല്ല ചുമ്മാ അല്ലടാ, നിന്റെ കൂടെ മതി, അത്രയും മതി. നിന്റെ കൂടെ ഞാനുള്ളത്. അതാ ഞാൻ പറയാൻ മതി. വേറെന്താ പറയാ? ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ സാർ. നിൻവിരൽ തുമ്പിലെ വിരൽ തുമ്പിലെ അത് വിളഞ്ഞിടാൻ വിളഞ്ഞിടാൻ ആ ഇളഞ്ഞിടാൻ നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്ന് അതൊന്ന് സുഖമാക്കിക്കേ. നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്ന് അതിന്റെ ആ സുഖം വരട്ടെ. പിന്നെ അടുത്ത് നിന്റെ ഇഷ്ടഗാനം എന്നാ അതിന്റെ ആ താഴേക്ക് ഇറക്കുന്ന ഒന്ന് പാടാമോ? റിഞ്ഞിടാൻ അത്രേ ഉണ്ടോ? അവിടെ തീർന്ന പാട്ട്. പേരിലൊന്നറിഞ്ഞിടാൻ എന്നും ഉള്ളിലെ ദാഹമെങ്കിലും എന്നും ഉള്ളിലെ ദാഹമെങ്കിലും ഒറ്റ കമ്പി. മതി മതി മതി. എന്ത് രസമുള്ള പാട്ടാ. നീ ഇതിന്റെ വിഷ്വൽ കണ്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. ആരാണ്? നസീർ സാർ. ആഹാ, ആ മനുഷ്യനെ കാണുമ്പോഴേ ഉള്ള. ഇന്നലെ നസീർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതോ അനുഭവങ്ങൾ പാളിച്ചകൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ MT സാറ് ഇപ്പോൾ എനിക്കിത് പറ്റുമോ, നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന മസാല പടങ്ങളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ അസാധ്യമായിട്ടില്ല ചെയ്തേക്കുന്നത് നസീർ സാർ. അതല്ല, എന്തൊരു സുന്ദരനാണ് അദ്ദേഹത്തിനെ കാണാൻ. നീലഗിരിയുടെ സഖികളെയൊക്കെ കാണാൻ നല്ല അലുവ പോലെ ഇരിക്കും. ഇപ്പം ശ്യാം സാറ്, നസീർ സാറ്, ഇവരെ പോലെ അത് വളരെ ജെന്യൂനായിട്ടുള്ള മനുഷ്യരാണ്. അവരങ്ങനെയുള്ളവരെ കാണുന്നത് വലിയ പാടാണ് കേട്ടോ. ഇതൊക്കെ ഇനി നസീർ സാറിനെ പറ്റത്തില്ല, ശ്യാം സാറുണ്ട്. ശ്യാം സാറിനെ നമുക്ക് പോയി കാണാം കേട്ടോ. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അജലേ, മാം. എന്താ പാട്ട് സെലക്ഷൻ. താങ്ക് യു മാം. ഓ, സത്യം പറഞ്ഞാൽ ദാസേട്ടന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തലയ്ക്കകത്ത് മുഴുവനും അദ്ദേഹത്തിന്റെ ആ ഒരു ബേസ് വോയിസും ആ ഘനഗംഭീരമായ ശബ്ദത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാട്ടിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സോങ്. പിന്നെ ഇത് ആരുടെ സെലക്ഷനാ? എന്റെ തന്നെ സെലക്ഷൻ. സൂപ്പർടാ, സൂപ്പർ സെലക്ഷൻ. വെരി ഗുഡ്. കാരണം ഇതിന്റെ ഒരു കോമ്പോസിഷനിൽ തന്നെ ഇപ്പൊ ഈ ഭൃഗ പല തരത്തിലുള്ള സംഗതികളുണ്ട്. ഇങ്ങനെ സാധനങ്ങളൊക്കെ അത് ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനത്തെ ഒരു സംഗതി. ഇങ്ങനെ പല മുറുക്കിയാന്ന് പറയും ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഗതികൾ, അതൊക്കെ വരും. പക്ഷെ ഇതൊരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂട്ട്, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സഞ്ചാരം, സംഗതികൾ. ഇതൊരു ഫാന്റാസ്റ്റിക് ക്രിയേഷനാണ്. ഈ ഒരു സോങ് നന്നായി പാടിയിടാം. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. കാരണം അജലിന്റെ ആ ഒരു കാറ്റ് കുറെ കുറഞ്ഞു, ശബ്ദം പുറത്തു വന്നു, അസലായിരുന്നു. അപ്പൊ ഇതില് എനിക്ക് തോന്നിയ കാര്യം പോലെ ആ സംഗതികളൊക്കെ പാടുന്നുണ്ട്, എല്ലാം ബ്യൂട്ടിഫുള്ളാ. ഒരു റോനെസ് വരുന്നുണ്ട് വോയിസിൽ. ആ ഒരു റോ ഫീലിംഗ് ഒന്ന്
അതിലൊരു ഇമോഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് മാറി വരും. Okay. അതൊന്ന് ട്രൈ ചെയ്യണം. കാരണം വോയിസും സിംഗിങ് വോയിസ് എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ ശബ്ദത്തിലുള്ള ഒരു പോയി. അല്ലെങ്കിൽ ഇന്ന് ഈ പാട്ട് ഒറ്റ കമ്പി ഇങ്ങനെ പാടിയേനെ, അതെല്ലാം മാറി. താങ്ക് യു മാം. അതുകൊണ്ട് ഒരു നല്ലൊരു മാറ്റം തന്നെയാണ്. പക്ഷെ എനിക്കിതിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്ക് തോന്നിയത് എന്താ സർ, സാധാരണ ശരിക്കും പറഞ്ഞാൽ വരികളുടെ ഒരു ഇമ്പോർട്ടൻസ് പിന്നെ? ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇതിൽ സ്വരമായിട്ട് പാടുമ്പോഴും അതിൽ ആ ബിച്ചു സാറിൻ്റെ വരികൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനോഹാരിത ഭയങ്കരമാണ്. ശരിക്കും അത് മോനെ ആ സ്വരങ്ങൾ ഇങ്ങനെ പാടിപ്പോയപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. കാരണം പാടുമ്പോൾ സ്വരം പാടുമ്പോഴും അത് വായിച്ചു കൊടുക്കുമ്പോഴും അത് എഴുതാൻ പറ്റണ്ടേ, അത് ഭയങ്കര ഇമാജിനേഷൻ. എന്തായാലും ഫാന്റാസ്റ്റിക് സോങ് സെലക്ഷൻ. നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു, ഗംഭീരായി. പിന്നെ നല്ലൊരു തലത്തിലേക്ക് എത്തിച്ചു. താങ്ക് യു ഗോഡ് മാം. ബ്ലെസ് യു ഡാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ആദ്യം തന്നെ ഓർക്കസ്ട്ര കാലക്കി. പിന്നെ അജലെ, സാർ. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അജലിന്റെ ഇമ്പ്രൂവ്മെന്റ്. അജൽ ഒരു രക്ഷയില്ല അജലെ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ ദാസറിന്റെ ബേസ് അറിയാലോ, ഓഫ്കോഴ്സ് അതിന് ഭയങ്കര ഒരു വെയിറ്റേജ് ഉണ്ട്. ഇതിന് നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. അജൽ പാടിയതും കലക്കിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഇത് ഒരു ഈസി സോങ് അല്ല, ഇത് നല്ല ഡിഫിക്കൽട്ട് സോങ് തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ അജൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്ക് പ്ലേസ്മെന്റ്, മോനെ നിന്നെ കണ്ടുപഠിക്കണം, എന്താ സാർ? കറക്റ്റ് ആണ്. ഓ, താങ്ക് യു സാർ. അവൻ അന്തമിട്ടിരിക്കും, അവൊന്നും അവൻ ചെയ്തില്ല. പേടിച്ചു പോയി. ക്ഷമിക്കണം സാർ. സോറി സോറി, അടുത്തതിൽ പിടിക്കാം. കഴിഞ്ഞ പാട്ടില് മൈക്ക് ഇങ്ങനെ മാറിപ്പോയായിരുന്നു. അതെ 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 അതെ. ഇത് തല വേറെടുത്തേക്കും മൈക്ക് വേറെടുത്തേക്കും പോയി. പക്ഷെ ഇത് കറക്റ്റ് ആയിരുന്നു. എല്ലാരും അജലിന്റെ ഇത് കണ്ട് പഠിക്കും. അതെ, Okay. അജലെ അത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ അത് തന്നെ വോയിസ് ക്വാളിറ്റി അത് എഴുതിയിട്ടുണ്ട്. ആ വോയിസിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അജൽ. പിന്നെ കാറ്റ് കുറഞ്ഞു, വെരി ഗുഡ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് Thank you, എല്ലാ sir. രീതിയിലും. ഇങ്ങനെ തന്നെ പോട്ടെ ഓക്കെ കേട്ടോ. സാർ. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എം ജി സർ. അജൽസ് സാർ. നന്നായിട്ട് പാടി കേട്ടോ, താങ്ക് യു സാർ. രസമായിരുന്നു കേൾക്കാൻ, നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഈ ഒറ്റ ശ്വാസത്തിൽ പാടേണ്ടത് മുറിച്ചു. ആരോട് ഞാൻ ചോദിച്ചോണ്ട് ചെയ്തത്? ശ്വാസം എടുക്കുന്ന എനിക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അനുപല്ല. ഒറ്റ കമ്പി നാദം മാത്രം മൂളും, കംപ്ലീറ്റ് ചെയ്യണം അത്. ഒറ്റ കമ്പി നാദം അവിടെ മോനെ അവിടെ ഒരു അടി, അങ്ങനെ വലിയ അടിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒറ്റ കമ്പി നാദം മാത്രം മൂളും വീണാഗാനം വീണ വീണാഗാനം വീണാഗാനം അവിടെ പെറുക്കിയിടരുത്. വീണാഗാനം അതാണ്. ഒറ്റ കമ്പി നാദം മാത്രം മൂളും വീണ വീണ വീണീപമരിതനീ. അത് ഞാൻ ചേർന്ന് നിൽക്കണം. ഓക്കെ സാർ. പിന്നെ നിൻവിരൽ ഇവർ പാടിച്ചായിരുന്നു, നിൻവിരൽ തുമ്പിലെ. പിന്നെ വിച്ചുവേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയണം. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടാൻ, വിളഞ്ഞിടും എന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് പാടി നോക്കി. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടും. കണ്ടോ, ഡുമ്മെന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം കൂടെ അടയുന്നില്ലേ? ആ. അപ്പൊ വിളഞ്ഞിടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിളഞ്ഞിടാൻ. കണ്ടോ ആ സൗണ്ടിങ് ഉണ്ടോ? അതാണ് ഒരു ലിറിക് റൈറ്ററിന്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലത്തെ ലെജൻസ് കൈതപ്പുറം സാറ്, ഇവരൊക്കെ എഴുതുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഒരു ആർക്കാണോ എഴുതുന്നത്, ഇതിപ്പം ദാസേട്ടന് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് രവീന്ദ്ര മാഷ് ചെയ്ത പാട്ടാണ്. എനിക്കൊക്കെ അറിയാം, എൻ്റെ സുഹൃത്തിൻ്റെ പടമാണ് അശോക് കുമാറിൻ്റെ പടമാണ് ഇത്. അശോക് കുമാറിൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, കൂലി, 1983. അത് കഴിഞ്ഞ് വരുന്ന സമയത്തുള്ള ഒരു പടമാണ് അറൗണ്ട് ദാറ്റ്. അന്ന് ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഞാനില്ല, പക്ഷേ ഞാൻ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കാസറ്റിനകത്ത് ഇത് കേൾപ്പിച്ചു തന്നു. അപ്പോൾ പറഞ്ഞു, ദാസേട്ടന് വേണ്ടി പാടുന്നതുകൊണ്ട് സാധാരണ ട്യൂൺ ചെയ്യുന്നതിനെക്കാട്ടി ഒരു പിച്ച് ലോ ആക്കി. കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇതുപോലെ തന്നെയാണ് നൗകയുമായി. പിന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, ഗോപികേ നിൻ. ഏതോ ആ. നിദ്ര. ദാസേട്ടന് വേണ്ടി ചെയ്ത കുറേ പാട്ടുകളുണ്ട്. ചൂള എന്നുള്ളൊരു പടമുണ്ട്, ചൂള. ആ ചൂള എന്നുള്ള പടത്തിൽ ദാസേട്ടന് വേണ്ടി താരകെ മിഴിതളിൽ കണ്ണീരുമായി എന്ന് പറഞ്ഞു, ഭയങ്കര ലോയിൽ. അതൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പാട്ടാണ്. അതിലൊന്നാണ് ഇത്. നന്നായിരുന്നു താങ്ക് യു സാർ. കേട്ടോ, Thank you, നന്നായിട്ട് പാടി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇവർ പറഞ്ഞതുപോലെ. ബട്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്നൊരു
കുറച്ച് എന്താണ് ഭാവവും ഫീലും കൂടെ വരുത്തിയാൽ നന്നായിരിക്കും. ഓക്കെ. ഓക്കെ സാർ. പിന്നെ ഓർക്കസ്ട്ര നന്നായിരുന്നു. ആ തബലയുടെ ടേക്കൊക്കെ നല്ല രസമായിരുന്നു. അനുപലുവിലുള്ള മറിഞ്ഞ് 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 സമത്തിൽ വരുന്ന അതൊക്കെ നന്നായിരുന്നു. നല്ല എവറിഥിങ് ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ചേച്ചി. അജൽ, ഈ പെർഫോമൻസിന് അജലിന് 9 മാർക്സ്. താങ്ക് യു മാം. സൂപ്പർ. താങ്ക് യു. ഷാനിക. താങ്ക് യു സാർ. MG സർ. എൻ്റെ മനസ്സിൽ 8.9 ആയിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും 9 കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ അജൽ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാനൊരു പിശുക്കനാണെന്ന് വിചാരിക്കും. വിചാരിക്കോടാ. ഇല്ല സാർ. വിചാരിക്കില്ല വിചാരിക്കില്ല, എന്താ അങ്ങനൊന്നുമില്ല. വിചാരിക്കുന്നത് പറയണ്ട, മാർക്ക് കിട്ടണ്ടേ? അങ്ങനല്ല മോനെ, കാരണം നിന്റെ ഇമ്പ്രൂവ്മെന്റും ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. 9. താങ്ക് യു സാർ. ശരത് സർ. യെസ്, ഞാൻ 9.2 എഴുതിയിരുന്നു. പക്ഷെ അവരെല്ലാം 9 ആക്കിയത് ഞാനും ആക്കി. ഓക്കെ സാർ. ഓക്കെ, സോ ടോട്ടൽ 27. സൂപ്പർ. ഓക്കെടാ. അടുത്തതായി നമ്മൾ ഡാൻസ് ഡുവറ്റ് പെർഫോമൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ 2 സുന്ദരി കുട്ടികൾ, ഇവർ 2 ഗേൾസ് ആണ് ഈ ഒരു ഡുവറ്റ് പെർഫോമൻസ് വരുന്നത്. ട്വിൻസ് ആണോ? ട്വിൻസിനെ പോലെ ഇരിക്കും സർ. ആണോ? കാർത്തികയാണോ? കാർത്തികയും അശ്വതിയും. അശ്വതിയും. എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് അവർ ഒരുപോലെ ഇരിക്കുന്നു. അതാണ്. तूने पर्दा उठाया क्या बात हो गई है ये मुलाकात वारदात हो गई नैन मिलाए हमने एक दूजे से रात हुई फिर दिन फिर से रात हो गई कचकली सड़ा मासूम चेहरा नीयत नूरानी साडा दिल है सुनहरा कचकली साडा मासूम चेहरा नीयत नूरानी साडा दिल है सुनहरा पर्दे दे पीछे की है किसनू पता पर्दे दे पीछे की है किसनू पता काफी मीम चसका चकावा तेनू शरारत सिखावा जदा नैना लड़ावा तेनू शरारत सिखावा जदों नैना लड़ावा नैना च मेरे एक नीला समंदर नैना च मेरे एक नीला समंदर समंदर में उसके चलावा तेनू शरारत सिखावा जदों नैना लड़ावा तेनू शरारत सिखावा जदों नैना लड़ावा आय हाय तुम भी हो तन्हा और हम अकेले जो साथ हुए लाजवाब हो गए तुम भी हंसी और हम आशिकी है जो रात हुए बेनकाब हो गए मेरे लबों पे सजी सुर्खियाँ मेरे लबों पे सजी सुर्खियाँ गुलाबी है शरबत पिलावा तेनू शरारत सिखावा जदों नैना लड़ावा तेनू शरारत सिखावा जदों नैना लड़ावा नैना च मेरे एक नीला समंदर नैना च मेरे रंगीला समंदर समंदर में डूब के लगावा तेनू शरारत सिखावा जदों नैना लड़ावा तेनू शरारत सिखावा जदों नैना लड़ावा
കാലക്കി. അശ്വതി ചേച്ചി ആൻഡ് കാർത്തിക ചേച്ചി. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. അടിച്ചു പൊളിച്ചു. എന്താ ഡാൻസ്, ഒരുമിച്ച് ഭയങ്കര കോർഡിനേഷൻ കലക്കി, കലക്കി. ഡാൻസ്, പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരു സൂപ്പർ ആയിരുന്നു. ഒരു അമ്മ പെറ്റ മക്കൾ. അതെ ഇരട്ട കുട്ടികളുടെ അല്ല ഒരമ്മ വെച്ച അളിയന്മാര്. ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. കാലക്കി കേട്ടോ രണ്ടുപേരും. താങ്ക് യു സർ. അതായത് ഒരു വൻ സോങ് സെലക്ഷൻ. കാരണം ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയാണ് ഇപ്പം ദുരന്തർ എന്ന് അതെ, പറയുന്നത്. yes. എനിക്കൊന്ന് 1000 crore പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിലുള്ള ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ട്. ഒരു സോങ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഫിലിം മ്യൂസിക്കിൽ ഏറ്റവും കൂടുതൽ കൊളാബറേഷൻസും നടന്നിരിക്കുന്ന ഒരു ആൽബമാണ് ദുരന്തർ എന്ന് പറയുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അങ്ങനെ ഇന്ന കമ്പോസർ എന്നുള്ള ഒരു സംഭവം ഇല്ല എന്ന് തോന്നുന്നു. കുറേ ആർട്ടിസ്റ്റുകൾ വന്ന് അവരവരുടെ സിംഗിൾസ് പെർഫോം ചെയ്യും. ഈവൻ ഹനുമാൻ കൈൻഡ് വരെ ഉണ്ട് ഇതിനകത്തുള്ള ഒരു സൗണ്ട് ട്രാക്ക്. ഒരു സോങ്ങിൽ ഹനുമാൻ കൈൻഡും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡ് അതെ, ഫീലിംഗ് ആണ്. യെസ്. എനിക്ക് എന്നെ ആക്ച്വലി അശ്വതി യെസ് ഉറപ്പായിട്ടും ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കാർത്തികയാണ് ഇപ്രാവശ്യം ഞെട്ടിച്ചത്. താങ്ക് യു സർ. കാർത്തികന്റെ മറ്റൊരു മുഖം ആണ്. കാരണം നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാർത്തിക കാർത്തിക കുറച്ചുകൂടെ ഇത് കലക്കിയടി. താങ്ക് യു സർ. രണ്ടുപേരും കേട്ടോ, അശ്വതിയും ഒപ്പത്തിനൊപ്പം നിന്ന് രണ്ടുപേരും ആ ഫിലിമിലും അങ്ങനെയാണ്, ഈ സോങ്ങിലും അങ്ങനെയാണല്ലോ. രണ്ട് ക്യാരക്ടേഴ്സാണ്. ബ്യൂട്ടിഫുള്ളി ആ വോയിസ് കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്തു. ആ പാട്ടിന് എന്താണോ വേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. കാർത്തിക ആൻഡ് അശ്വതി, എന്താ മാം? കിടിലം പെർഫോമൻസ്. താങ്ക് യു മാം. നിങ്ങളുടെ കോസ്റ്റ്യൂംസും ഡാൻസും സ്റ്റെപ്സും പാട്ടും ശബ്ദവും എല്ലാം സൂപ്പർ. താങ്ക് യു മാം. താങ്ക് യു മാം. ഞാൻ ഞെട്ടിപ്പോയത് അതേ ഷാൻ പറഞ്ഞ സെയിം കാര്യം കാർത്തികയില്. കാർത്തിക എന്ത് ഗ്രേസ്ഫുൾ ആയിട്ടാ ഡാൻസ് കളിക്കുന്നത്. അതാ എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നറിയോ കാണാൻ. ഞാൻ നോക്കുമ്പോൾ ആള് വളരെ കോൺഫിഡന്റ് ആയിട്ട് എല്ലാ സ്റ്റെപ്സും. കാർത്തികയാണ് കോറിയോഗ്രഫി ചെയ്തതെന്ന് വരെ ഞങ്ങൾ വിചാരിച്ചു പോയി. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. എനിക്ക് മോളുടെ വോയിസ് ടെക്സ്ചറും ഇഷ്ടപ്പെട്ടു. ആ കോൺഫിഡൻസ് ഉണ്ട് ആ വോയിസിനകത്ത്. അസൽ എന്ന് പറഞ്ഞാൽ അസൽ, വേറെ ഒന്നും അതിൽ പറയാനില്ല. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പാടി. ഓർക്കസ്ട്ര ആണെങ്കിൽ സൂപ്പർ. മൊത്തത്തിൽ ഒരു റോക്കിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്. പിന്നെ ഇടയിൽ അനുപല്ലവിയുടെ സ്ഥലത്ത്, അനുപല്ലവിയല്ലേ ഉള്ളൂ ഇതില്, വേറെ ചരണമില്ലല്ലോ. അതിന്റെ ഫസ്റ്റ് ലൈന് രണ്ടുപേര് ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിന്റെ എൻഡിലുള്ള സംഗതി രണ്ടുപേരുടേതും തെറ്റിച്ചു. അതെന്തായിരുന്നു, അതൊന്ന് പാടി. എനിക്കൊന്നും മനസ്സിലായില്ല അവിടെ. तुम भी हो तन्हा और हम अकेले जो साथ हुए लाजवाब हो गए. तुम भी हंसी और हम आशिकी है जो रात हुए बेनकाब हो गए. അതെന്താ എന്താ അത് ക്ലിയർ ആക്കൂ. हो गए ഹോ ഗയേ रात हो गए. അത് ക്ലിയർ ആവണം. അത് ബ്രെത്ത് എടുക്കണം. അല്ല അതിന്റെ പകുതി എടുക്കാമല്ലോ. ഒന്ന് പാടിയോ. तुम भी हंसी और हम आशिकी है जो रात हुए बेनकाब हो गए. അത്രയല്ലേ ഉള്ളൂ. ഇത് ആ ഫുൾ ലൈൻ പാടാലോ ഒരു ശ്വാസത്തില്. അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. കാരണം അവിടെ ശ്വാസം തീർന്നു പോയെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതൊക്കെ പറ്റും. മോളുടെ തിങ്കിങ് മാത്രമാണത്. അത് അതേപോലെ സംഗതിയല്ല. അത് അതിന്റെ തൊട്ട് മുന്നേയുള്ള സംഗതി ഇല്ല മാം, അവിടെ ഇല്ല. എവിടെ ഒരു സ്ഥലത്ത് കാർത്തികയ്ക്കും ഒരു സംഗതി പോയി. ഇതന്നെയാണെന്നാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഈക്വലി ഉണ്ടായിരുന്നെന്ന് പറയുന്ന പോലെ ഇപ്പുറത്ത് 2-3 പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് അതേപോലെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞെട്ടിച്ചത് ഇതില് കാർത്തികയാണ്. ഒരു വൻ ഞെട്ടലാണ്. കാരണം ഇത്രയും നാളും ഇല്ലാത്ത ഒരു പെർഫോമൻസ് ആണ് കാർത്തിക ഇന്ന് കാഴ്ചവെച്ചത്. അച്ചുവിനെ പിന്നെ അച്ചു ഡാൻസ് കളിക്കും. അച്ചു കുറച്ചുകൂടെ ഇതിൽ ഇൻവോൾവ്ഡ് ആണ് ആള്. അത് പിന്നെ നമുക്കറിയാം. കാർത്തികയാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ഈ പെർഫോമൻസിൽ. അച്ചുമ അസലായിട്ട് പാടി. മോളും നന്നായി പാടിയിരുന്നു. നല്ല ചിരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇവരൊക്കെ നോക്കി ഇന്ററാക്റ്റ് ഒക്കെ ചെയ്ത് പാടി. അപ്പോൾ ധൈര്യമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേജ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെ ആൾക്കാരെ കയ്യിലെടുക്കാം എന്നൊക്കെ പഠിച്ചു വരുന്നു അച്ചു. ഗുഡ് മക്കളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. ഡാൻസ് സൂപ്പർ, എല്ലാം സൂപ്പർ. നമോ നമസ്കാരം. തീർന്നു.
നിങ്ങളെ കാണാൻ നല്ല ചന്തമുണ്ടാ, അതെ താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ, നല്ല കളറും. അതെ. രണ്ടുപേരും 2 സുന്ദരികൾ. നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ 2 സുന്ദരികളാണ് നിങ്ങൾ, അതിലൊരു ഡൗട്ടും ഇല്ല കേട്ടോ. താങ്ക് യു സാർ. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ആ നടുക്ക് നിൽക്കുന്ന അതിനൊരു പേര് പറയാവോ? പാർവതി. എനിക്കാണോ? ആ, എന്റെ പേര് സാറിന് അറിയില്ലേ? എനിക്കറിയില്ല. ഇപ്പൊ അതല്ല എന്റെ മനസ്സിലുള്ള വേറെണ്ണോ. അപ്സരസ്. ഛെ, ഉർവശി, മേനക, തിലോത്തമ, രംഭ. ഞാൻ പറയട്ടെ, എന്താ? അതൊന്നും അല്ല. ഭരണി, അശ്വതി, ഭരണി, കാർത്തിക. ഓ അങ്ങനെ. സർ, ബുദ്ധി MG വേണം. സർ ഇറങ്ങി എണീറ്റ് പോയാലോ? ആ, ഇറങ്ങിപ്പോ. ഇറങ്ങി കാര്യം ഇത്തിരി പോയാലോ? ബുദ്ധി വേണം, ആലോചിച്ചിട്ട് വാ. ഇത് കറക്റ്റാ. അശ്വതി, ഭരണി, കാർത്തിക. പക്ഷേ വേറെ കാര്യം, പാറുവിനെ ഭരണി എന്ന് വിളിച്ചതിൽ എനിക്ക് എനിക്ക് ഇഷ്ടമില്ല അത്. വിഷമം. പാറുവിനെ ശരി, ഭരണി എന്ന് വിളിച്ചത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ. സോറി. അപ്പൊ അശ്വതി, പോട്ട്, കാർത്തിക. ഞാൻ ആദ്യം വിളിച്ചത് പോട്ടെന്ന്. അപ്പൊ അതങ്ങ് അപ്പൊ പോട്ടെ. ചക്കരകളെ ഒരു നല്ല പാട്ട് എടുത്തുകൊണ്ട് വന്നു. കാര്യം അതിനകത്ത് വലിയ സംഭവങ്ങൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ രണ്ടിൻ്റെയും ശബ്ദം പെറ്റ തള്ള പോലും തിരിച്ചറിയത്തില്ല. അത്രയ്ക്ക് ഒരാളാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് ഡാൻസ് സൂപ്പറായിരുന്നു. പിന്നെ ആ പാട്ടും നിങ്ങൾ കലക്കി, ആ മുകളിലുള്ള പോർഷൻ മാത്രം ഒരു ഇച്ചിരിയും കൂടെ കൺട്രോൾ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. കണ്ടോ, അതല്ലാതെ വേറെ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല ഓളം ഉണ്ടായിരുന്നു, നല്ല ഗുമ്മുണ്ടായിരുന്നു. ഞാൻ വരെ ഡാൻസ് ചെയ്തു. ഷാൻ പറഞ്ഞു വേണ്ട, അരുത് ഞാൻ അരുത് control അബു, ചെയ്തതാ. അരുത് എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞ അരുതാ പോ, വേണ്ട. ഞാൻ ഇറങ്ങി പോകുന്നു. പിടിക്കുമെന്ന്. ചക്കരകളെ കലക്കി. താങ്ക് യു സാർ. സൂപ്പർ സൂപ്പർ. താങ്ക് യു സാർ. MG സാർ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാൻ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. ഓക്കെ. സോ അന്തിമ വിധി ആ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വാവ്. 1, ആ. രണ്ടുപേരും ഒരേപോലെ പാടി, ഒരേപോലെ തെറ്റിക്കുകയും ചെയ്തു. കറക്റ്റ്. അല്ലെ, കറക്റ്റ് അല്ലേ? കറക്റ്റ് കറക്റ്റ്. രണ്ടുപേരുടെയും ഡ്രസ്സ് സൂപ്പർ, കാണാനും ഒരുപോലെ. കറക്റ്റ് അല്ലേ? കറക്റ്റാ കറക്റ്റാ. രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെ തോന്നി. കറക്റ്റ് ആണല്ലോ? രണ്ടുപേരുടെയും ഡാൻസ്, ആ വളയടി ഡാൻസ് ഉണ്ടല്ലോ, ആ വളയം ടാമ്പറിൻ, അത് സൂപ്പറായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു. എല്ലാം മനോഹരമായിരുന്നു. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ ഒരു സംശയത്തോടു കൂടി എൻ്റെ വിധി അവസാനിപ്പിക്കുകയാണ്. ദുരന്തം അല്ലെങ്കിൽ ദുരന്തർ എന്നൊരു പേരിട്ട സിനിമ. അപ്പോൾ ആരും അങ്ങനെ പേരിടാൻ മുതിരില്ല, കാരണം ഒരു ദുരന്തം. പക്ഷെ അതിലെ പാട്ട് സൂപ്പർ ഹിറ്റായത് എങ്ങനെ? നിങ്ങളുടെ അടുത്തുള്ള ചോദ്യം അത്. ഇഷ്ടായി. പക്ഷെ അത് ചോദിച്ചിട്ട് അങ്ങോട്ടാ തിരിഞ്ഞ MG അല്ല, സാർ. ഞാൻ നോക്കിയതാ. ആണല്ലേ? പാറുവിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്. ആ, ദുരന്തർ എന്നൊരു പേര്. ആ അപ്പൊ ഒരു ദുരന്തം പേരിടാൻ തന്നെ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും പേടിക്കും. ദുരന്തത്തിൽ ഒരു പടത്തിന്റെ പേര് ദുരന്തം എന്നോ അല്ലെങ്കിൽ 100 നിലയെ പൊട്ടി എന്നൊരു പടം ഇടുവോ? ഇല്ല. ആ, അപ്പൊ ദുരന്തം എന്ന് ഇട്ടിട്ട് ഈ പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അപ്പൊ എന്താണ് അതിന്റെ മാത്രം ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. എന്നോട് മാത്രമല്ല എല്ലാരോടും കൂടെ അങ്ങനെയാണ്. ജാങ്കോ. അതല്ലേ പാറു. സാർ ഒരു 10,000 രൂപ ഇത് ഒതുക്കാൻ പറ്റും? ഇപ്പൊ മോളെ ആ പൈസയൊക്കെ മാറി. വേണമെങ്കിൽ ഒരു മാങ്ങാണ്ടി. ആ, അയ്യോ വേണ്ട, പറ. അതിന് ഉത്തരമില്ല. ഉത്തരം പറയതാ കീർത്തി. ഉത്തരം ആണോ? ശിവാനിക്കൊരു ആ ശിവാനിയുടെ ഉത്തരം കേൾക്കാം. കേക്കട്ടെ. എന്നിട്ട് പറയണം ഞങ്ങൾക്ക് ശിവാനി. ഇറങ്ങിപ്പോവാം. ഞാൻ പറഞ്ഞത് ആ മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടർ ഒരു ദുരന്തമല്ലാത്തത് കൊണ്ടാണ് ആ പാട്ട് ഹിറ്റായത്. മഞ്ജരിയുടെ റിലേറ്റീവ് വല്ലോ ആണ്? എല്ലാത്തിനും ഉത്തരവുണ്ട്. അതെ അതെ അതെ. അപ്പം ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ മാർക്സ് ചോദിക്കാം. ഇനി ഇവന്റെ രണ്ടുപേരുടെ മാർക്കും ഒന്നാണോ എന്ന് നമുക്കറിയാം. MG സർ. ഓക്കെ, അപ്പൊ സാർ നമുക്ക് ആദ്യം കാർത്തികയുടെ മാർക്ക്. കാർത്തികയുടെ മാർക്ക്. Yes. രണ്ടുപേരുടെ മാർക്ക് ഒരുപോലെയാണോ എന്നാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. ആ ഒരുപോലെ ആണെങ്കിൽ സാറിന് ഒന്നിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പോവാം. ഒരുപോലെയാണ്. അല്ലെങ്കിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടോ. ഇല്ല, ഞാൻ എന്തായാലും ഭരണിയെ രക്ഷിക്കാം. ഓക്കെ സാർ. സാർ സാറല്ലേ നേരത്തെ പറഞ്ഞത് സാർ. അല്ല, പോട്ടിനെ രക്ഷിക്കാം. പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. 9.2. ഓക്കെ ഷാനിക്ക. സെയിം, രണ്ടുപേർക്കും 9.2. ചേച്ചി രണ്ടുപേർക്കും 9 അല്ല, 9.1 അല്ല, 9.2. ശരത് സാർ ഒന്നും പറയണ്ട, അതിനകത്തിട്ടോളൂ.
ഗുഡ്. ഓക്കെ, അപ്പൊ 2 പേർക്കും 27.6. ഗുഡ് മാർക്സ്. അപ്പൊ ഒരേപോലെ ഡ്രസ് ഇട്ട് ഒരുപോലെ പാടി ഒരുപോലെ മാർക്സ് വാങ്ങിച്ചു പോകുന്ന നമ്മുടെ സുന്ദരി കുട്ടികൾക്ക് ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് ഒരു സ്വരം റൗണ്ടിലേക്ക് കൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വരം റൗണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗോവിന്ദൻ അവിടെ വെയിറ്റ് ചെയ്യണം. വെൽക്കം ഗോവിന്ദ്. ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. മകരി മകരി സദസ സരിമാ രിമപ മപദ ധസ ധസ ദസരി മകരി മക ധസ ധസ ദസരി മകരി മക ധസ ധസ ദസരി മകരി മക. ഊടം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം സ്വപ്നം അരുളും താരണികളിൽ മോഹം മുതിരും നേരം. ഓടം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം സ്വപ്നം അരുളും താരണികളിൽ മോഹം മുതിരും നേരം. മിഥുനങ്ങളെ പുലരട്ടെ നിങ്ങളുടെ നാളുകൾ പുതുമുട്ടിൻ കിങ്ങിണിയോടെ ജീവിതമെന്നും മധുവിധുവാകാൻ ഭാവുകമേകുന്നു. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. പപ്പമരിമ പപ്പമരിമ ധദ പദ സദസ ധദ പമപ ധദ പമപ ദസ സനി ധരി സനി ദപമരി പപ്പമരിമ പപ്പമരിമ ധദ പദ സദ പമ ധദ പമപ ധദ പമപ ദസ സനി ധരി സ ദസരി മരി മരി സരി സദ പമ പപ സദ പമ മഗരി മരി മധ ദസ സനി ധരി രി ധ സ പാരി മരിമ സരിമ ധസരി മപധസ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ
മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഗുഡ് ഗുഡ്. ഗോവിന്ദ്, പറൂ. എങ്ങനെയുണ്ടായി സ്വരം റൗണ്ട്? റൗണ്ട് ശരി കടുപ്പായി. ആണോ? അല്ല പാട്ടെടുത്തതിന് ശേഷമാണ് നൊട്ടേഷൻ നോക്കിയത്. അപ്പൊ പിന്നെയാണ് മനസ്സിലായത് കുറച്ച് ഇങ്ങനെ. അപ്പൊ പെട്ടുപോയി. അങ്ങനല്ല, എന്നാലും കുറച്ച് സ്വരങ്ങള്. അപ്പൊ പാട്ട് മാറ്റായിരുന്നു തോന്നിയോ നിനക്ക്? അങ്ങനെയല്ല, ഉണ്ടായിരുന്നു പറഞ്ഞതാ. ഓക്കെ. MG സർ. ഗോവിന്ദോ, സാർ സുഖമാണോ? സുഖം സുഖം. നല്ല പാൻറ് കിട്ടും. കാരണം എത്ര തട്ടാ നോക്കി. അതാ ശരിയല്ലേ? ചവിട്ടി കയറി പോവാം മേലോട്ട്. ഇത് ഇവിടുന്ന് ഓൺലൈനാണോ അത് വാങ്ങിച്ചാണോ? കുറച്ച് പഠിച്ചതാ. കുറച്ച് മുമ്പേ വാങ്ങിച്ചാണോ? അതാണ് കീറിപ്പോയത്. മുൻപേന്ന് വെച്ചാ വർഷങ്ങൾക്ക് മുമ്പാണോ? അല്ലല്ല, കുറച്ച് മുമ്പേ കീറിയിട്ടുണ്ടെന്നല്ലേ? ഇത് ഡിസൈൻ കണ്ടപ്പോ എടുത്തതാ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടും കൊള്ളാം, നന്നായിരുന്നു. താങ്ക് യു സർ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, മെയിനായിട്ട് വേണ്ടൊരു കാര്യം, ശ്രുതി. അത് ചില സ്ഥലങ്ങളിൽ ഒരടി താഴെയായിരുന്നു. അതാണ് ആ സ്വരമില്ല ആദ്യത്തെ പാടുന്നത്. മകരി മകരി അന്ന് പാടിക്കേ. മകരി 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 സദസ സരിമ സദസ മകരി മകരി സദസ സരിമ റിമ പ മപദ. അടുത്തത് ധസ ധസ ധസരി. ആ പോർഷന് ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഒന്ന് കേൾക്കണം കേട്ടോ. ദാസ ദാസ ദസരി എന്നുള്ളത് ഒരു വേറൊരു നോട്ടിലാ ചെന്ന്. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊന്ന് പാടിക്കാൻ. ദാസ ദസരി ധസ ധസ ധസരി ശ്രുതി. ദസരി കേറട്ടെ. ധസ ധസ ധസരി ധസ ധസ ധസരി ധസ ധസ ധസരി. അങ്ങനെ പാടിക്കൊണ്ടിരിക്കാനല്ല, അടുത്തും കൂടെ പാടാം. ഞാൻ ഇമ്പോസിഷൻ ഇട്ടൊന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ സ്വപ്നം അവിടെ പാടിക്കേ. ഓടം തുഴയും തുഴയും ഓടം തുഴയും മാൻമിഴികളെ സ്വപ്നം മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം സ്വപ്നം അരുളും താരണികളിൽ 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 മോഹം. അവിടെ എന്താ സ്വരം പാടിയേ? അത് പാട്. താരണികളിൽ 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 മോഹം മുതിരും നേരം 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 സദപമരി അല്ലേ? സനിതപമരി സനിതപമകരി. ആ റൂട്ടാണോ വരുന്നത്? അത് ക്ലിയർ ആയിട്ട് നേരം നേരം അത് ഫ്ലോ ആയിട്ട് വരട്ടെ. നേരം. ഓക്കെ ഓക്കെ. പിന്നെ വരുന്ന ഈ ജീവിതമെന്നും ജീവിതമെന്നും മധുവിധുവാകാൻ ഭാവുകമേകുന്നു. മധു ഒക്കെ വന്നു. നേരത്തെ രണ്ടെണ്ണം മധുവിധു ആകാൻ എന്ന് പാടി. മധു. അപ്പൊ അതൊക്കെ നല്ല ഇതായിട്ട് പാടണം. പിന്നെ ലാസ്റ്റ് പാടിയപ്പോ ഇക്കിളി കൂട്ടാൻ അങ്ങനെ ഇക്കിലി എന്നാ പാടിയത്. ഇക്കിലിയാണോ കൂട്ടിയത്? കൊച്ചി കള്ളൻ. ശരിക്കും പാടി ഇക്കിളിന്ന്. ഇത്തിരി നാണം. അത് ഒന്ന് അടിച്ചു പാട്. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് തന്നനാനീ. അങ്ങനെ ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടും. ഇക്കിളി ഇക്കിളി ഇക്കിളിയൂട്ടുമ്പോ. ശരി ശരി. ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പാടുമ്പോഴേ നല്ല പാട്ടുകാരനാണ്, ബട്ട് ശ്രുതി മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ പാട്ടിന്റെ ഇതുണ്ടല്ലോ, ആ ഒരു കിക്കുണ്ടല്ലോ, തത്ത 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 കിതകൻ തകൻ തത്ത തത്ത എന്ന് പറയുമ്പോൾ ഇത്തിരി നാണം പെണ്ണിൻ അവിടെ എല്ലാം അടിച്ചടിച്ച് പാടണം. ഓക്കെ സാർ. തൽക്കാലം മനസ്സിലായി. അടുത്ത പാട്ടില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ പാട്ടിന് എന്ത് വേണോ അതനുസരിച്ച് വരിക. ഗുഡ് ലക്ക്. ഷുവർ സാർ. താങ്ക് യു സർ. ഷാനിക്ക. ഗോവിന്ദ ഷാനിക്ക നന്നായിട്ട് പാടി. താങ്ക് യു ഷാനിക്ക.
ഞാനിപ്പം ശ്രീകുട്ടൻ പറഞ്ഞല്ലോ അടിച്ചു പാടണമെന്ന്. ആ ഒരു അറ്റാക്ക് വേണം ഒരു ലൈൻസിന്റെ ബിഗിനിങ്ങിൽ. പിന്നെ എനിക്ക് ഫസ്റ്റ് ഒന്ന് ആശംസാന്റെ പ്ലാൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് വഴുതിയോ എന്ന് ചെറിയൊരു സംശയം. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ, ഇങ്ങനെ അങ്ങ് പോവാണ്. അത് ഓട്ട കമ്പോസിഷൻ. നൽകുന്നു ഞാൻ. എനിക്ക് ആശംസ ആ ലൈൻ ഒരു ചെറിയൊരു കൺഫ്യൂസിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ മെയിനായിട്ട് എഴുതി വെച്ചത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ശ്രുതി കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരു മമ്മ വന്നില്ലേ, അതിൽ രണ്ടാമത്തത് ചെറുതായിട്ടൊന്ന് ചളങ്ങിയോ എന്നൊരു സംശയം. ഇപ്പൊ സെക്കൻഡ് മാ എടാ ഒന്ന് പാടിയടാ ആ ഫുൾ മാ നൽകുന്നു ഞാൻ കഴിഞ്ഞിട്ട്, എന്നിട്ട് കൗണ്ടർ ശ്രേയ പാടും. ദാഗം നാനാനാ. വേറെ അതല്ലല്ലോ, അങ്ങനെ എന്തോ അവിടെ അതൊന്ന് ശ്രദ്ധിക്കണം. അതൊന്ന് പിന്നെ അത്രയ്ക്ക് എഴുതിയുള്ളൂ. ഗോവിന്ദ ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള സിംഗറാണ് ഗോവിന്ദ, അതിൽ യാതൊരു തർക്കമില്ല കേട്ടോ. എന്ത് ടൈപ്പും പാട്ടും ആ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഗോവിന്ദ് പെർഫോം ചെയ്തത്. അതൊക്കെ അടിപൊളിയാണ്. ഈ ശ്രുതി എന്ന് പറയുന്ന സംഭവം ശരിക്കും ഗോവിന്ദ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഔട്ട്ഫിറ്റും പരിപാടികളൊക്കെ നല്ല രസമുണ്ട്. പാന്റിന് മാച്ച് ചെയ്യുന്ന പോക്കറ്റും മൊത്തത്തിൽ രസമുണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദ. അപ്പം ഇത് ഈ ശ്രുതി മാക്സിമം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ, കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് ശരത് സാർ. ചക്ര ഗോവിന്ദേ, ശരത് സാർ ഉഗ്രം പാട്ടുകളാണ്. നല്ല വളരെ എന്താ പറയുക, ഒരു പ്ലസന്റ് ആയിട്ടൊരു പാട്ട്. ഗോവിന്ദനെ കൊണ്ടൊക്കെ വിധത്തിലൊക്കെ പാടാം, പക്ഷേ ഇതിനേക്കാളും നിനക്ക് നന്നാക്കാം ഈ പാട്ട്. ഈ മഹാ ഉഴപ്പനാന്നുള്ളത് ഓരോ ദിവസം കഴിയുന്നതോറും തെളിയിച്ചുകൊണ്ടിരിക്കുക. കുറേ കൂടെ പാട്ടിലും കൂടെ ശ്രദ്ധിക്കുക, പറ്റുമല്ലോ. പ്രധാനമായിട്ട് കവിളിന് കുങ്കുമമേകുമ്പോൾ അതുപോലെ ആശംസ പുഷ്പങ്ങൾ, അതൊന്ന് സന്തോഷിക്കുക. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി, പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. അത്ര ഐറ്റം ഉണ്ട്. അപ്പൊ അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടണം. ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഓണം അതറിയാലോ, അണ്ണം പറഞ്ഞു. അതുപോലെ മധുവിധു ഭാവുകം ആ സ്വരം ഒന്ന് പാടാമോ? പാപ്പമരിമ ധ പദ സദ പമ ധ പമ പ ധ പമ പദ സ ദസ സനി ധരി സനി ധ പമരി പാപ്പമരിമ ധ പദ സദ പമ ധ പമ പ ധ പമ പദ സ ധനി സരി സ ദസ സനി ധരി സനിധരിയാണ്. അടുത്തത് ദസരി മരി എന്ന് പറയുമ്പോ അത് ഏത് സ്വരമാണ്? ദസരി മസരി സമരി. വണ്ടർഫുൾ. അത് പാടുന്നതിന് തെറ്റൊന്നുമില്ല. നിനക്ക് അറിയാമോന്ന് അറിയാനൊന്നും ഒന്ന് ടെസ്റ്റ് ചെയ്തു, നീ ജയിച്ചു. ബുദ്ധിമാൻ. ഒക്കെ ഈ അനുപല്ലയൊക്കെ പാടും നല്ല അത് നല്ല രസമല്ല അത് കേൾക്കാൻ. അതപ്പോൾ നന്നായിട്ട് കൊണ്ട് പാടണ്ടേ. ഈ തേനെത്തി അതോ തുടങ്ങുമ്പോൾ അതങ്ങ് കലക്കണ്ടേ വെച്ച്. ഇപ്പം എന്തൊക്കെയാലും ഗോവിന്ദ നമുക്ക് ഇത്രയും പോരാ കേട്ടോ. ഒന്ന് പിടിച്ചോണം. എന്തൊക്കെയാലും അത് ഇതിനെ കൊണ്ട് പറ്റും ഗോവിന്ദ, ഒന്ന് ശ്രമിക്കും കേട്ടോ. താളത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെ ഞെട്ടിച്ചില്ലെന്നും അതുപോലെ പാടിയും കൂടെ ഞെട്ടിക്കണം. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ആ പാനിലുള്ള കീറിലൊക്കെ യഥാർത്ഥമായിട്ട് കീറിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം ഞെട്ടിയേനെ. എന്തൊക്കെയാലും ഗോവിന്ദ നല്ലൊരു പാട്ട്. നിനക്ക് ആരാ ഇത് സെലക്ട് ചെയ്തതെന്ന്? ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ അത്രയൊക്കെ ബുദ്ധിയുണ്ട് ഇപ്പോ. ക്ഷമിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ചേച്ചി ഗോവിന്ദ് ചേച്ചി സൂപ്പർടാ. എനിക്ക് ഗോവിന്ദിന്റെ വോയിസ് ടെക്സ്ചർ ഇഷ്ടപ്പെട്ടു ഈ പാട്ടില്. സ്പെഷ്യലി തുടങ്ങിയ സമയത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല പ്ലെസന്റ് ആയിട്ട് നിന്ന് പാടിയ തുടക്കമൊക്കെ. പിന്നെ ഇടയിലെ മിഥുനം എത്തിയപ്പോഴത്തേക്ക് ഒന്ന് ടെൻഷൻ കയറി. അവിടെ ഒന്ന് സ്ലിപ്പായി പോയി. ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്നല്ല എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു.
പ്രത്യേകിച്ച് ഇനി എനിക്ക് പറയാനും മാത്രം ഒന്നും ബാക്കി വെച്ചിട്ടില്ല. പക്ഷെ എന്നാൽ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഗോവിന്ദൻ്റെ വോയിസ് ആണ്. ആ തുടക്കം വളരെ ഭംഗിയായിരുന്നു. അതിൽ ആ വോയിസ് നല്ല ചിരിച്ച് പാടുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പോർഷനൊക്കെ ഭംഗിയായി. ഇതിൽ ഒരു വ്യക്തമായ ഒരു പോർഷൻ ആ മിഥുനം ആ ഏരിയ ആയിരുന്നു. പക്ഷെ അതിൻ്റെ സ്വരം പാടിയപ്പം നല്ല വൃത്തി ഉണ്ടായിരുന്നു. അത് നല്ല കുറച്ചുകൂടെ സ്ട്രെസ് ഇല്ലാണ്ട് പാടി ആ പോർഷൻ. അതേപോലെ സ്വരം പാടിയപ്പോൾ ആദ്യം പാടിയപ്പം മധ്യമത്തിന് പകരം ഷഡ്ജമാണ് പാടിയത്. സ്വരസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഗോവിന്ദായിരുന്നു. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഗോവിന്ദിനേക്കാളും വോയിസ് വൈസ്, അതായത് ശബ്ദത്തിലൂടെ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്തു. നല്ല വോയിസ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി അത് കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്യുക. അശ്രുതി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതല്ലാതെ ഈ എല്ലാം മംഗളം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ മാർക്സ് ചോദിക്കാം. ജഡ്ജസ് അതിനു മുന്നേ നമ്മുടെ കോറസ് ഒറ്റയ്ക്ക് നിന്ന് പാടിയൊരു കുട്ടി, ശ്രേയക്കുട്ടി. നന്നായിരുന്നു മോളെ. അയ്യോ, നീ ആ ഇരുട്ടത്ത് നിന്നിട്ട് കണ്ടില്ല കേട്ടോ. Sorry, ആ colour എല്ലാം കൂടെ ബാക്ക്ഗ്രൗണ്ട് അവളുടെ ഡ്രസ്സും എല്ലാം ഒരുപോലെ ഒരു സെറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചു. സോറി ശ്രേയ, നന്നായിരുന്നു. വെരി നൈസ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ 8.8. ഷാനിക്ക സെയിം 8.8. ചേച്ചി 8.8. ശരത് സർ സെയിം. ഓക്കെ, സോ ടോട്ടൽ 26.4. അരെ വാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.